ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ആ പ്രയോഗത്തിന് തന്നെ അർത്ഥമില്ല. സി ദർ ഇസ് നോ കമാൻഡ് അറ്റ് ഓൾ. ഇത് ലോ കമാൻഡാണ് ശരിക്കും. ഒരു പാർട്ടി ആ പാർട്ടിയുടെ നേതൃത്വ മുന്നണി 2/3 ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു സംസ്ഥാനത്ത് അവരുടെ ഒരു മുഖ്യമന്ത്രിയെ ഒരു CLP ലീഡറെ കണ്ടെത്താൻ നിശ്ചയിക്കാൻ ഇത്ര ദിവസമായിട്ടും സാധിച്ചിട്ടില്ല. അസേർട്ടീവായിട്ട് അതിലൊരു പൊസിഷൻ എടുക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ അവരെ ഹൈ കമാൻഡ് എന്ന് വിളിക്കുക? കമാൻഡ് എന്ന് പറയുന്ന സാധനം ഇല്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം. രണ്ടാമത് എന്തായിരുന്നു സീഫ് പറയുന്നത്? പ്രതിസന്ധി ഉണ്ടായതല്ല, പ്രതിസന്ധി വിളിച്ചു വരുത്തിയതാണ്. നോക്കൂ, എന്താണ് ഇതിൽ ബേസിക്കായ സംഗതി? CLP ലീഡറെ തിരഞ്ഞെടുക്കണം. കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ ലീഡറാണ് തിരഞ്ഞെടുക്കേണ്ടത്. ലെജിസ്ലേറ്റീവ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ലെജിസ്ലേച്ചറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ നേതാവ് അല്ലേ? അപ്പോൾ അതിലെങ്ങനെയാണ് ഈ ലെജിസ്ലേച്ചറിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരാൾ അതിലൊരു പ്ലെയറായിട്ട് വരുന്നത്? ഇതാണ് ഇതിൽ ബേസിക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത് അങ്ങനെ പ്ലെയറായിട്ട് വരരുതെന്ന് ആരാ തീരുമാനിച്ചത്? നമ്മളാരും തീരുമാനിച്ചല്ല. ഇതേ ഹൈക്കമാൻഡ് 3 ആഴ്ച മുമ്പ് തീരുമാനിച്ചതാണ്. നമ്മൾ എത്ര ദിവസം രാത്രി 11 മണി വരെയൊക്കെ ലൈവ് ചെയ്തല്ലേ അന്ന് ആ സുധാകരൻ അവിടെ പോയിരുന്ന ദിവസങ്ങളിൽ. അന്ന് എന്താണ് ഹൈക്കമാൻഡിൻ്റെ വളരെ ശക്തമായ തീരുമാനം എന്തായിരുന്നു? MP-മാർ മത്സരിക്കേണ്ടതില്ല. അപ്പോൾ ആരും മത്സരിച്ചില്ല. അപ്പം ഇവിടെയുള്ള കുറേ ആളുകൾ മത്സരിച്ചു. അപ്പോൾ ആ മത്സരിച്ച ആളുകളാണെന്ത്? ലെജിസ്ലേറ്റീവ് പാർട്ടി എന്ന് പറയുന്നത്. അതിനകത്തുനിന്ന് ഒരാളെ X or Y അതിനകത്തുനിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക. സാധാരണ അവർ സ്വീകരിക്കുന്ന രീതി അവർ തന്നെ പറയുന്നത് MLA-മാരുടെ ഭൂരിപക്ഷം നോക്കിയിട്ട് അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് MLA-മാരുടെ ഭൂരിപക്ഷം നോക്കിയിട്ട് ഒരാളെ തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ അങ്ങനെയല്ല, MLA-മാരുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷം ഹൈക്കമാൻഡ് തീരുമാനിക്കുക എന്നുള്ളതാണ് അവരുടെ കോൺഗ്രസ് സംസ്കാരം, കോൺഗ്രസ് രീതി എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. ഓക്കെ, ഈ MLA-മാരിൽ നിന്ന് അവർ അഭിപ്രായം ചോദിക്കുക, അവരിൽ നിന്ന് ഒരാളെ നിശ്ചയിക്കുക, അതല്ലേ വേണ്ടത്. അപ്പോൾ അതിനപ്പുറം ഇത് കടന്നു എന്നുള്ളതിടത്ത് തന്നെ ഇത് പ്രശ്നം തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഹൈക്കമാൻഡ് പ്രതിസന്ധിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഹൈക്കമാൻഡ് തന്നെ 3-4 ആഴ്ചകൾക്ക് മുമ്പ് എടുത്തൊരു തീരുമാനം, ഇലക്ഷൻ്റെ 3-4 ആഴ്ചകൾക്ക് മുമ്പ് എടുത്തൊരു തീരുമാനം ഹൈക്കമാൻഡ് തന്നെ ലംഘിച്ചു എന്നുള്ളതുകൊണ്ടാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് കോൺഗ്രസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ സാധുതയാണ് അടിസ്ഥാനമായി ചോദ്യം ചെയ്യപ്പെടുന്നത്.